ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ കൂലി 320 രൂപയാക്കി ഉയർത്തണമെന്നും തൊഴിൽ സമയം രാവിലെ 9 മണി മുതൽ 4 മണി വരെയാക്കി പുനഃക്രമീകരിക്കണമെന്നും ദേശീയ ഗ്രാമീണ തൊഴിലാളികളുടെ സംഗമം ആവശ്യപ്പെട്ടു. NREG വർക്കേഴ്സ് യൂണിയൻ CITU പാലാ ഏരിയ കമ്മിറ്റി സമ്മേളനമാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. തങ്കമണി ശശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന തൊഴിലാളികളുടെ സംഗമം സംസ്ഥാന പ്രസിഡന്റ് S. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആക്ടിംഗ് സെക്രട്ടറി ഷെറി മാത്യു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ CPIM പാലാ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ലാലിച്ചൻ ജോർജ്, യൂണിയൻ ഭാരവാഹികളായ K. ശെൽവരാജ്, അഡ്വക്കേറ്റ് ഷീജ അനിൽ, S. ഷാജി, TR വേണുഗോപാൽ, AS ചന്ദ്രമോഹനൻ എന്നിവർ പ്രസംഗിച്ചു. ബിജി തങ്കച്ചൻ സമ്മേളനത്തിൽ കൃതജ്ഞത പ്രകാശിപ്പിച്ചു. സംഗമത്തിൽ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ വിതരണവും നടത്തി. ഒരു നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇടതുപക്ഷം അതാ പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം ഇങ്ങിത്താ, അത് ഉപയോഗിച്ച് കക്കാം, കൊള്ളയടിക്കാം, കാശുണ്ടാക്കാം, നമ്മുടെ PJ കുര്യൻ നടത്തുന്ന പോലുള്ള വൃത്തികേടുകൾ നടത്താം എന്നല്ല ഇടതുപക്ഷം പറഞ്ഞത്. ഇടതുപക്ഷം അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളായ കോടിക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു നിയമമാണ് ആവശ്യം. അതാ ഞാൻ പറഞ്ഞ ഈ 65 വർഷത്തെ ഭരണത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഓർത്തിരിക്കണം. 46 വർഷം ഒരു വീട്ടിലുള്ളവർ ഭരിച്ചിട്ട് ഈ തൊഴിൽ നിയമം ഉണ്ടാക്കിയില്ല. ഇടതുപക്ഷം ശക്തിപ്പെട്ടപ്പോൾ മാത്രമാണ്, ഇടതുപക്ഷത്തെ ജനങ്ങൾ ജയിപ്പിച്ചപ്പോൾ മാത്രമാണ് ഈ തൊഴിലാളികൾക്ക് അനുകൂലമായി നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഈ ജോലി നിയമം മൂലം നിങ്ങൾക്ക് കിട്ടാൻ കഴിയുന്ന ഒരു നിയമം പാർലമെന്റിൽ ഉണ്ടാക്കിയതെന്ന് നമ്മൾ ആദ്യം മറന്നുപോയി. ഈ മേഖലയിലുള്ള മുഴുവൻ തൊഴിലാളികളെയും നിങ്ങൾ പഠിപ്പിക്കണം. എന്തേ കോൺഗ്രസ് ഭരിച്ച സമയത്ത് നമ്മുടെ മാണി സാർ ഇപ്പൊ ഭരിക്കുന്നുണ്ടല്ലോ, ധനകാര്യ മന്ത്രി കൂടിയാണല്ലോ അദ്ദേഹം. നമ്മുടെ കൂലി 164 രൂപയാണ്. തുടക്കത്തിൽ എത്രയായിരുന്നു? 125. 125 രൂപ കൊണ്ട് നമുക്കൊരു വീട് കഴിയുമോ? ഇടതുപക്ഷം ഭരിച്ചു, VS ഭരിച്ചു. 5 വർഷത്തെ VS ഭരണത്തിലായിരുന്നല്ലോ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പായി തുടങ്ങിയത്. അന്ന് VS ഗവൺമെന്റ്, നമ്മുടെ MP-മാരും MLA-മാരും കൂട്ടായി ആവശ്യപ്പെട്ടു, നമ്മുടെ നാട്ടിൻ പുറത്തെ സഹോദരിമാർ പാടത്തും പറമ്പിലും ഒരു വെയിലിലും മഴയത്തുമൊക്കെ പോയി പണിയെടുത്ത് അന്ന് രാവിലെ 8 തൊട്ട് വൈകിട്ട് 5 വരെ പണിയെടുത്താൽ 125 രൂപ മാത്രമേ കിട്ടൂ. അത് തെറ്റാണ്, കുറവാണ്. നിയമമനുസരിച്ച് നമുക്ക് അന്നത്തെ കുറഞ്ഞ കൂലിയായ 200 രൂപ കിട്ടണം. അത് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചു. പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച ചെയ്തു. ഞാനും അന്ന് പോയ ആളാ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഞാനും മുഖ്യമന്ത്രിയും ഒക്കെ പോയി. അന്നത്തെ ധനകാര്യ മന്ത്രി തോമസ് ഐസക്കും ഒക്കെ പോയി. പ്രധാനമന്ത്രിയെ കണ്ട് നേരിട്ട് നിവേദനം കൊടുത്തു. പ്ലാനിംഗ് കമ്മീഷനെ കണ്ട് നേരിട്ട് നിവേദനം കൊടുത്തു. അവരോട് പറഞ്ഞു, കേരളത്തിലെ ജീവിത സാഹചര്യം, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ തൊഴിലാളികളാണ് ഈ രംഗത്ത് പണിയെടുക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന തുക തുച്ഛമാണ്. 125 പോരാ. നാട്ടിൻപുറങ്ങളിൽ 300-400 രൂപ കൂലിയുണ്ട്. അതുകൊണ്ട് ഈ കൂലി ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്ന് നിർബന്ധമായി പറഞ്ഞാവശ്യപ്പെട്ടപ്പോ അന്ന് കൂലി 125, 150 വർദ്ധിപ്പിച്ചു. മതിയോ? പോരെ. ഇപ്പോ മാണി സാർ ധനകാര്യമന്ത്രിയും നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയുമായി വന്നല്ലോ. നമ്മുടെ തൊഴിലാളി യൂണിയൻ ദീർഘകാലം ഈ ആവശ്യം ഉന്നയിച്ച് സമരം നടത്തി, നിവേദനം കൊടുത്തു. ഞാനും നമ്മുടെ യൂണിയൻ നേതാക്കന്മാരും എല്ലാം കണ്ട് ധനകാര്യമന്ത്രി മാണി സാറിനോടും ഉമ്മൻചാണ്ടി സാറിനോടും ഒക്കെ പോയി കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ കൂലി വളരെ കുറവാണ്. കേരളത്തിനേക്കാളും കൂലി കിട്ടുന്ന മറ്റ് സംസ്ഥാനങ്ങളും ഉണ്ട്. ഇപ്പോ ഹരിയാനയിലും മറ്റ് 191 രൂപ കൂലിയാക്കി അവർ കൊടുത്തു. എന്നിട്ടും ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള